തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം ഒരു വാഹനാപകടമുണ്ടായി. കാർ കാൽനട യാത്രക്കാരെയും ഓട്ടോറിക്ഷകളെയും ഇടിച്ചിട്ട ശേഷം ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി 4 പേർക്ക് പരിക്ക് പറ്റി. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കാറിൽ ഡ്രൈവിംഗ് പരിശീലനം നടത്തുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. വലിയവല സ്വദേശികളായ വിഷ്ണുനാഥ്, വിജയൻ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, വലിയ അപകടമാണ്. അർജുനാണ് ചേരുന്നത്. അർജുൻ, ആ കാറ് കണ്ടാലറിയാം വലിയ അപകടമാണ് അവിടെ സംഭവിച്ചത്. ഈ അപകടം എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു, പരിക്കേറ്റവരുടെ ആരോഗ്യനില എന്താണ്? വിവരങ്ങൾ പറയാം. അല്പസമയം മുമ്പാണ് അപകടം ഉണ്ടായത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് അപകടം. കാറാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. ഒരു പരിശീലനം നടത്തിയിരുന്ന കാർ ഡ്രൈവിംഗ് പരിശീലനം നടത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാൽനട യാത്രക്കാരെയും അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളും വെടിച്ചെറിപ്പിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ആളുകൾ റോഡിൽ കിടക്കുന്ന ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അതിലുള്ളത്. ഈ 4 പേരെയും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാറിൽ ഉണ്ടായിരുന്നത് തിരുമല വലിയവിള സ്വദേശികളായ വിഷ്ണുനാഥ്, വിജയൻ എന്നിവർ 2 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വിഷ്ണുനാഥിനെ ഈ വിജയൻ ഡ്രൈവിംഗ് പരിശീലനം പഠിപ്പിക്കുമ്പോഴാണ് നിയന്ത്രണം വിട്ട് കാറ് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയത്. നിയന്ത്രണം വിട്ട് വാഹനം ഈ കാൽനട യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്ന ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ 2 പേർക്കല്ല, പുറത്തുണ്ടായിരുന്ന ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 2 പേരെയും, അതായത് വിഷ്ണുനാഥിനെയും വിജയനെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ അപകടം തന്നെയാണ്. പുറത്ത് നിന്നിരുന്ന ആളുകൾക്ക്, കാൽനട യാത്രക്കാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഒപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഉൾപ്പെടെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 4 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റതാണ് ആശങ്കപ്പെടുത്തുന്നത്. അതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അവരിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് അപകടം നടന്നത്. ഉടൻ തന്നെ ഈ പരിക്കേറ്റ ആളുകളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ടുണ്ട്. അപകട സ്ഥലത്തെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാണ്. ഈ ആളുകൾക്കിടയിലേക്ക് വാഹനം ഇടിച്ചു കയറി ആളുകൾക്ക് പരിക്ക് പറ്റിയ ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അർജുൻ, ഇത് ഈ വാഹനം ഓടിക്കുന്നതിനിടെ അല്ലെങ്കിൽ പരിശീലനം നൽകുന്നതിനിടയിൽ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഇവർ ബന്ധുക്കളാണോ? ഈ വിഷ്ണുനാഥും വിജയനും അവർ ബന്ധുക്കളാണോ? സ്പീഡിൽ വരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറി. ആ വേഗത്തിൽ അതിസ്പീഡിൽ വന്ന റോഡിൽ വണ്ടി ഒന്നുമില്ലായിരുന്നു. ഇതിലേക്കൂടെ കയറി ഇവിടുന്ന് ഡ്രൈവർമാരെ ഇടിച്ചിട്ടാണ് അവിടെ നിന്ന് 2 പിള്ളേർ നടന്നു വന്നു. ആ പിള്ളേർ ഇടിച്ച് മറിച്ചിട്ട് പോയത്. ഇവിടെ ഈ വണ്ടി കൊരുത്തല് നിന്നത്. ഇതിന്റെ നേരെ കാര്യം വേറെ അമ്മച്ചി ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് കണ്ടപ്പോൾ ഒരു മനസ്സ്. ഇവിടെ നിന്ന് ഞങ്ങളും പോവായിരുന്നു, ആ സ്ത്രീയും എല്ലാവരും പോവായിരുന്നു. ഇവർ 2 ഡ്രൈവർമാർക്ക് ഒരു കുഴപ്പമില്ല. ഡ്രൈവർമാർക്ക് ഒരു കല്ല് പോലെ നിൽക്കുന്നവർ. അപ്പൊ ഞാൻ അങ്ങോട്ട് മാറി എന്നെ ഇടിക്കുമായിരുന്നു. ആ അമ്മച്ചി അല്പം അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. മാറി അവരെ ഇടിക്കുമായിരുന്നു. ഇവർ അതിവേഗത്തിൽ തന്നെ വണ്ടി പതുക്കെയല്ല വന്നത്. ഇതിലെ കൂടെ കയറി വരണമെങ്കിൽ പതുക്കെ വന്നെങ്കിൽ ഇതിന്റെ വണ്ടിയിൽ കൂടെ വന്ന് ഇതെല്ലാം ഇടിച്ച് കയറിച്ച് പോകുമോ? ഇപ്പൊ 4 എണ്ണമാണ് വളരെ സീരിയസ് ആയിട്ട് പോയിരിക്കുന്നത്. ഡ്രൈവർമാരും അതുപോലെ തന്നെ, അവിടെ നടന്നു വന്ന പിള്ളേരും അതുപോലെ തന്നെ. നമുക്ക് കണ്ടിരുന്ന നമുക്കാണ് മോനെ സഹിക്കാൻ വയ്യാത്ത ഇപ്പം ആരായാലും. അതുമല്ല പുപ്പാത്തി കൂടെ വണ്ടികൾ സ്കൂട്ടറായിരുന്നാലും എല്ലാവർക്കും പെട്ടെന്ന് ഓടണം. അങ്ങനെ പുപ്പാത്തി ഇവിടെയല്ല പട്ടത്ത് മിക്കാറുള്ള സംഭവമാണ്. നമ്മൾ നടന്നു വന്നാലും നമ്മളെ ഇടയിൽ കൂടെ വണ്ടി കയറി പോകും. നമ്മൾ വേണമെങ്കിൽ മാറിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇടിച്ച് കൊന്നിട്ടങ്ങ് പോകും. അതിപ്പോൾ സ്ഥിരം ആയിരിക്കണം. പുപ്പാത്തി കൂടെ വണ്ടി സ്കൂട്ടർ പോകും. അർജുൻ, ഇതിപ്പോ ഈ പ്രതികരണം കേൾക്കുമ്പോൾ ഫുട്പാത്തിലൂടെ വണ്ടി കയറി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് നിയന്ത്രണം വിട്ട് കയറിയതാണോ? അങ്ങനെ തന്നെ കരുതേണ്ടി പരിശീലനം നടത്തുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അധികം ഡ്രൈവിംഗ് പരിചയമില്ലാത്ത ആൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഇടയാണ് അപകടം ഉണ്ടായതെന്ന് കരുതേണ്ടി വരും. ആ 2 പേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ പ്രതികരണം ഇപ്പൊ ആ സമീപത്തുണ്ടായിരുന്ന ആളുകൾ. പക്ഷേ അർജുൻ, ആ അപകടത്തിൽപ്പെട്ട കാറിന് ഒരു എൽ ബോർഡൊന്നും കാണുന്നില്ല. ഇല്ല, അത് ചെയ്തു പറഞ്ഞ പോലെ തന്നെ ബന്ധുക്കളാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്ന വാഹനമായിരിക്കാനുള്ള സാധ്യതയില്ല. ഇങ്ങനെ ബന്ധുക്കൾ അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സീരിയസ് ആണ്. എല്ലാവർക്കും സീരിയസ് തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെന്ന് കണ്ടാലേ അറിയാവുള്ളൂ. എല്ലാവരും ഇപ്പൊ കിടത്തി 3 പേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 2 പേരും ഇവിടെയുണ്ട്. സ്ത്രീയുടെ കാര്യം, ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരുടെ കാര്യം സീരിയസ് ആണ്. കാലൊക്കെ ഇങ്ങനെ ഞെരുപിര ഒടിഞ്ഞു.
ഞാനാണ് എടുത്തുകൊണ്ട് അറിയാൻ. പേര് ഒന്ന് ഷാബി, ഒന്ന് സുരൻ, ഒന്ന് കുമാർ, മറ്റവർ രണ്ടുപേരും പേരാണ്. പാസഞ്ചർ. ആരാ? കാല് ഒടിഞ്ഞ ഷാബി. ശരി, തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപത്താണ് ഈ വാഹനാപകടം ഉണ്ടായത്. വലിയ കഷ്ടമാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആ 4 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ തന്നെ ആ സ്റ്റാൻഡിലെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ പ്രതികരണം കൂടിയാണ് ഇപ്പോൾ കേട്ടത്. അവരുടെയൊക്കെ ഒരു കണ്ടീഷൻ ഗുരുതരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അർജുനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.